ഇത് ഇതൊക്കെ കാണണം. കണ്ട് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായി ഇതിന്റെയൊക്കെ പുറകിൽ എന്തൊക്കെ ടെക്നിക്സ് ഉണ്ടല്ലേ. അതെ ഗൈസ്, ഇവിടുത്തെ ആള് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ട്രെയിൻ ഓടുന്നത് എങ്ങനെയാണെന്ന്. ഇതിനകത്ത് ആളിരുന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും കുലുക്കുവാണ് ട്രെയിൻ ഓടാൻ വേണ്ടി. നമ്മൾ മുന്നോട്ടുള്ള വീഡിയോയിലും കാണുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല എയർപോർട്ട് എല്ലാം ഉണ്ട്. എയർപോർട്ടൊക്കെ ഉണ്ട്, ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്, കാണിച്ചായിരുന്നോ? നമ്മൾ ആ നേരത്തെ കണ്ട വീഡിയോയിലല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ തന്നെ അങ്ങ് നടന്നു പോകുമായിരുന്നു, ഗൈഡൊന്നും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അല്ലേ. കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മളായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്ത് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ലേഡി നമുക്ക് പറഞ്ഞു തന്നു എങ്ങനെയൊക്കെ പോകണം എന്നുള്ളതും. പിന്നെ അവിടെ ഇവിടെയൊക്കെ അനൗൺസ്മെന്റും ഉണ്ടായിരുന്നു അല്ലേ. അതെ അതെ, അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ കൺസേർട്ടിന്റെ സ്പോർട്സിൽ ഓരോ ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞു തരാൻ അതിനെക്കുറിച്ച്. അതെ, പിന്നെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫുഡോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങളും വെള്ളമൊക്കെ കഴിക്കാനായിട്ടും ലസ്സിയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ, നല്ല കഫറ്റീരിയസ് ആയിരുന്നു കേട്ടോ. ഫുഡിനെ കുറിച്ചാണെങ്കിലും വലിയ കംപ്ലൈന്റ് ഒന്നും നമുക്ക് പറയാനില്ല. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത്തിരി വില കൂടുതലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, കഴുത്തിറക്കുമെങ്കിലും നല്ലതാണ് തരുന്നത്. പിന്നെ ഇത് കണ്ട, ഇതൊക്കെയാണ് ട്രെയിനിന്റെ ബോഗി. ഇതിലൊക്കെ വെച്ചിട്ടാണ് ഇവര് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തും റെയിൽവേ സ്റ്റേഷൻ ഒന്നും തേടി പോകണ്ട, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. നമ്മുടെ മര്യാദരാമനകത്ത് മറ്റേ അവൻ ട്രെയിനിൽ നിന്ന് ഹലോ എന്നൊക്കെ പറയുന്ന സ്ഥലം പോലെ ഉണ്ടല്ലേ. കറക്റ്റ്, അതൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഷൂട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ പല സിനിമകളും ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതിന്റെ ആ ഒരു പോർഷനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയും ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ലാന്ന്? ഒരിക്കലും പറയില്ല കേട്ടോ. അത് ആ ഒരു പൊസിഷനാണ്. നമ്മൾ അവിടെ നോക്കുമ്പോൾ കറക്റ്റ്, നമ്മൾ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ എന്താ ചെറിയൊരു ബിൽഡിംഗ് ഇരിക്കുന്ന പോലെ അല്ലേ തോന്നി. അതെ, ട്രെയിൻ പക്ഷെ ഒറിജിനലാന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ ബോഗി കൊണ്ടിട്ടേക്കണതാ, പക്ഷെ ബാക്കിയൊക്കെ സെറ്റ് ഇട്ടേക്കണതാ. കണ്ട, മേളിലേക്ക് നോക്കിക്കേ, കുർണൂൽ സിറ്റി റെയിൽവേ സ്റ്റേഷൻ കന്നഡയിലൊക്കെ എഴുതിയിട്ടുണ്ട്, ടിക്കറ്റ് കൗണ്ടർ. ഇനി ഇതിന്റെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് എത്തി. അതെ, ഇവിടെയാണ് സെക്യൂരിറ്റി ഉണ്ട്, എന്നാ നീറ്റ് ആയിട്ട് അവര് എല്ലാം വെച്ചിരിക്കുന്നത് അല്ലെ. അവിടെ ഇവിടെ അഴുക്കൊന്നും കിടപ്പില്ല. അതെ, അവര് നല്ല രീതിയിൽ ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒറീസ ഫ്രണ്ട്സ് അങ്ങനെ വരുവാണ്. ഇതേ ആ കാണുന്നതാണ് നമ്മുടെ ഏത് സിനിമയാന്ന് ഓർക്കുന്നുണ്ടോ? രജനീകാന്തിന്റെ ഒക്കെ നമ്മുടെ മലയാള സിനിമ മണിച്ചിത്രത്താഴിന്റെ തമിഴില്ലേ, അത് ആ സിനിമയാണത്. അതിന്റെ ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് അതിന്റെ കൂടുതലും ഷൂട്ടിങ് നടന്നത്.